ടൗണിലെത്തി. അപ്പൊ നമ്മള് എക്സിബിഷന്റെ കവാടത്തിലേക്ക് കടന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. വരും ആ വീഡിയോ നോക്കിയേ, നീ കഴിച്ചു നോക്ക്. കണ്ട 5+ കിട്ടിയ മിടുക്കനാണ് നിൽക്കണത് കേട്ടാ. ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പോവാ. ചേട്ടാ കണ്ടാ, അയ്യോ മോളിയോടെ പോയി. അയ്യോ ആകാശോടെയാ. ഇവിടുന്ന് കൊണ്ടുപോയി വ്യാഴത്തിൽ കൊണ്ടുപോയി കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കിട്ടുന്ന അർത്ഥം. അതേ താളിയോലകൾ നോക്കിയേ, രാമായണം. എപ്പോഴും ക്യാമറ കണ്ണായിട്ട് പോലീസ് നമ്മുടെ അവിടെ ഉണ്ട് നടത്താം. എവിടെയാ? അതെ, തൃശ്ശൂർക്കാരനായിട്ട് നമ്മൾ ഈ കാര്യം കണ്ടില്ലെങ്കിൽ എന്താ കാര്യം? ഏത് കാര്യം? ഇപ്പൊ പോണതല്ലേ? ആ, പറയാൻ തന്നെ നാണാവണം. എവിടെയാ പാമ്പ്? പാമ്പ് പോണടാ. ചേരാ ചേരാ, ഞാൻ ഒരു പേടി. ചേര. ആ അതെ, പാമ്പ്. ഞാനൊരു പേടി ഇതാങ്ങിയ ഇവറ്റേണ്ട് പേടിച്ച് ഓടി വന്നു. അവർ രണ്ടെണ്ണം കാമ്പ്രി ലോറിയും മറ്റേ രണ്ടുപേരും പൂട്ടിട്ടോക. അത് ഇന്നാളിതുപോലെ ഞാൻ എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ ഈ ചേട്ടൻ പേടിച്ചിട്ട്. ഇത് പേടിയല്ല, കൈമ പിടിച്ചിട്ട് പേടിപ്പിക്കുന്ന. നമ്മളെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കുലുക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന പേടി. ചേരപ്പാമ്പാണ്, വലിയ പാമ്പാ. അപ്പൊ ഒത്തിരി ശരി. അപ്പൊ ഒത്തടക്കണം കേട്ടാ, ഒത്തടച്ചാലും കാര്യമില്ല. ആ, അപ്പൊ നമ്മള് പോണത് തൃശ്ശൂര് എക്സിബിഷൻ കാണാൻ പോണ. എക്സിബിഷൻ അവസാനിക്കാൻ ഇപ്പൊ പോവാനിറങ്ങുമ്പോ പാമ്പിനെ കണി കണ്ട എന്തായിരിക്കും അവസ്ഥ? അത് ശകുനം നല്ലതാണോ? പാമ്പിനില്ല, മറ്റേ ഈ വിഷുക്കണി ജാനുവിനില്ല മെയിനായിട്ട് കാണാം. ഏത് അത് ദിലീപ്. ആ, സിനിമയിലും ജീവിതത്തിലൊക്കെ ഒറിജിനൽ തന്നെയാണ് അത് കാണിക്കുന്നത്. ആ, കയറിട്ട പശു, നല്ല ശകുനം. പാമ്പിനെ പാമ്പിന് കണിയണ്ട മൈൻഡ് ഇല്ല എന്നുകൊണ്ട്. 2 ബ്രാഹ്മണന്മാര്, കയറിട്ട പശു, പിന്നെ വേശ്യസ്ത്രീ, കുടത്തില് വെള്ളമായിട്ട് നിൽക്കുന്ന പെണ്ണ്. കാലിക്കുട വരുത്, കുടത്തില് വെള്ളം ഉണ്ടാവണം. പിന്നെ അങ്ങനെ കുറെ നല്ല ശകുനം എന്ന് പറയാ. അപ്പൊ നമ്മള് പോണത് തൃശ്ശൂര് എക്സിബിഷൻ കാണാനാണ് പോണത്. ഇവരും കൊണ്ട് എന്താ പറയാ, 2 മക്കളെയും കൊണ്ടിട്ട് പോണ പോലെ ഇത് കൊണ്ടുപോകുന്നത്. സ്കൂൾ ഡ്രസ് പോലത്തെ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എക്സിബിഷൻ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടി കാറ് കിട്ടിയിട്ടില്ലല്ലോ. നമ്മള് ഓട്ടോറിക്ഷ അവരെ പറഞ്ഞിട്ടുണ്ട്, നമുക്കുള്ള ഓട്ടോറിക്ഷ വണ്ടിട്ടാ. ഞങ്ങൾ ബസ് കയറി പോകാന്ന് വിചാരിച്ചാ. അപ്പൊ വിചാരിച്ചു ബസ് കയറി പോകുമ്പോ കുറെ നേരം ഇരുട്ടാവും. അപ്പൊ ഓട്ടോറിക്ഷ നടക്കണം. കാമറി മിണ്ടാണ്ടിക്ക്. അപ്പൊ നമ്മുടെ മോഹനന്റെ ഓട്ടോറിക്ഷ കേട്ടാ. ഞങ്ങൾക്ക് തൃശ്ശൂർ എക്സിബിഷന്റെ അവിടേക്ക് പോണ്ടേ. അപ്പൊ നമ്മള് ഓട്ടോയിൽ കയറി പോവാണ് കേട്ടാ. മോഹനോട് നമ്മളെ ചെറുപ്പകാലം തൊട്ടുള്ള കൂട്ടുകാരനാണ്. ഇപ്പൊ എവിടെ താമസിക്കുന്നത്? മരത്താര. അപ്പൊ ഇനി പാറമക്കാവ് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഇറങ്ങാം. അല്ല, മുന്നിൽ വെച്ച് ഇറങ്ങാം, മുന്നിലിറങ്ങാം. അങ്ങനെ ഹൈവേയിലേക്ക് ഇറങ്ങും. ആ, പാമ്പല്ലേ, പാമ്പ് പേടിച്ചു. പാമ്പ് അറിയണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പേടിച്ചിട്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടെന്ന് പറയണ്ടോ പാമ്പ്. സമയം ഇപ്പൊ 5:30 അല്ല 5:30 സമയം. ആ, ഇതിലുണ്ടില്ല 5:32. അപ്പൊ നമ്മള് ടൗണിലെത്തി. പാറമക്കാവ് അമ്പലത്തിന്റെ എത്രയാ? 200 രൂപ. ശരി ട്ടാ. പാറമക്കാവ് അമ്പലം, അതിന്റെ ഓപ്പോസിറ്റ് എക്സിബിഷൻ. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് നമുക്ക് കോർപ്പറേഷൻ്റെ അടിപ്പാതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇവിടെ പോകണം കേട്ടോ. അല്ലാണ്ട് ഇതിലങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് പറയണത്. കുറേ ആളുകളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കില്ല, അതിലേണ്ട് ക്രോസ് ചെയ്യും. ഞാൻ ഇതിനെ ക്രോസ് ചെയ്യില്ല കേട്ടോ. 6 വരിപ്പാത 8 വരിപ്പാത അങ്ങനെ ഭയങ്കര വീതിയൊക്കെ ഉണ്ട്. എപ്പോഴും അത്രയും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ ആളുകൾ അല്ലേ? നല്ല മോശം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കല്ലേ.
അല്ല പിന്നെ അതിൽ കയറാൻ നടക്കാൻ വയ്യാത്ത പ്രായമുള്ളവർക്ക് പറ്റില്ല. ഇതിലെങ്ങനെ കയറി ഇറങ്ങിയിട്ട് കോണി കയറിയിട്ട് പോകാൻ പറ്റില്ല. ആ തിരക്കുണ്ട് ഇല്ല. ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? പാർക്കിങ്ങിനായിട്ട് വണ്ടിയിൽ കാറിൽ ഇത് തരണേ പാർക്കിങ്ങിനായിട്ട് വേറെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ട. ഇത്ര ബുദ്ധിമുട്ടാണ് കാർ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് കാര്യം. അപ്പൊ ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 35 രൂപ ടിക്കറ്റിന്. അപ്പൊ 140 രൂപ. 35 രൂപ 4 പേര്. അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ കവാടത്തിലേക്ക് കടന്നു. തുടക്കം തന്നെ ഒരു കാര്യം പറയാം. എല്ലാ കൊല്ലം കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല, ആളുകൾ മാത്രമേ മാറണുള്ളൂ. അവിടെ നമ്മൾ തുടക്കം കാണുന്ന പോലെ തന്നെ അല്ല ഇതിലുള്ള തുടക്കത്തെ ചവിട്ടികൾ ചവിട്ടികളുടെ സ്ഥലം കടന്നു. പിന്നെ ചവിട്ടിയും ബെഡ്ഷീറ്റ് ചവിട്ടിയിൽ നിറച്ച് ആ സൈഡിൽ. ഇവിടെ രണ്ടാമത്തെ കളിപ്പാട്ടങ്ങളാണ് നിറച്ചിട്ടുള്ളത്. കളിപ്പാട്ടങ്ങൾ കുട്ടികളില്ലാത്ത കാരണം പിന്നെ കളിപ്പാട്ടങ്ങളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് സോഫ സാരിത നമ്മളത് പോലത്തെ സോഫ ഊണുമേശയാണ്. നല്ല ഭയങ്കര ഊണുമേശയുണ്ട്. ഇനി പറഞ്ഞ പോലെ ബെഡ്ഷീറ്റുകൾ ഒരു സമാധാനം നമ്മൾ സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഭയങ്കര തിരക്കാവാറ്. ഇന്ന് തിരക്കില്ല. ചീഞ്ചട്ടികള് കത്തികള് നല്ല നല്ല കത്തികള് ബെൽറ്റുകളുടെ ഒരു ഐരുകളി. അതെ കരകൗശല ഉൽപ്പന്നങ്ങളാണ്. കൈകള് മറ്റേ ചമ്മന്തി കോരി വലയ്ക്ക നമ്മളുള്ളത്. ആന ഇത് മറ്റേത് നമ്മുടെ വിഷു ഈ ഓണത്തിന് ആവണപ്പലകയ എന്ന് പറയാന് ആവണപ്പലക അതന്നെ. കട്ടിംഗ് ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊരു മരുന്ന് അല്ല ഇത് പിടിച്ച് കൊണ്ടു നടക്കാൻ പറ്റി. ഞങ്ങൾക്ക് വീഡിയോ ഇവിടുന്ന് അവിടെ വീഡിയോ കണ്ടതാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. വരും ആ വീഡിയോ എടുത്ത് നോക്കിയാ. അല്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണായിരുന്നേ. ഇതിന് എത്ര ഞാൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ ശരിയല്ലേ. സരിത കമ്മലുകള് വാളമലകള് നിറച്ച് നോക്കിയാ. ഇത് കാണുക ഒരു ടൈപ്പ് വളകൾ നോക്കിയാ. കണ്ട ഇങ്ങനത്തെ വളകളുണ്ട്. എനിക്ക് കല്ല് വളകള എന്ത് സാധനം. മാലകള് ചെരുപ്പുകള്. ഏതെടുത്താലും 30 രൂപ. മിഠായികളാണെന്ന് കൊണ്ടിട്ട് കണ്ടമാനം തരം മിഠായികളുണ്ട്. നിനക്ക് വേണം മിഠായി? തിന്നോ? രണ്ടെണ്ണത്തിന് 60 രൂപയല്ലേ? എൻ്റെ അമ്മ ഇത് കണ്ടമാനം മിഠായിലുണ്ടല്ലോ അല്ലേ. എന്ന് പിടിച്ചോ. കുറേ തരണ്ടേ. പണ്ടത്തെ പിട്ട്. പിട്ട് വേണ്ട. ഇതിനൊന്നും മിഠായി ഞാൻ കഴിക്കില്ല. ചുക്കുണ്ടില്ലേ അല്ലേ? ചുക്കുണ്ടില്ല. ഇവിടെ വന്നപ്പോ നല്ല സുഖം. ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നിൽക്കും. നല്ല കൂളറ്. മൊത്തം തിരക്ക് കുറവാണ് കേട്ടാ.
ഇതൊക്കെ ഫിക്സഡ് റേറ്റുള്ള സാധനങ്ങളാട്ടോ. അതെ 250 രൂപ പാൻറ്റുകൾ കണ്ട കണ്ണങ്ങനക്കുള്ളതാണ്, പല പല കളറുകൾ. ആ ഇവിടെ ഒക്കെ 250 രൂപയും ഓരോ ഫിക്സഡ് റേറ്റുകളാണ്. 200 രൂപ വരെ 250 രൂപ വരെ പാൻറ്റുകൾ കൂടുതലല്ലേ. പാലക്കാടൻ കത്തികൾ, ഇരുമ്പാരൊക്കെ പറയുന്ന സാധനം, കരിമങ്ങ് ഒക്കെ പറയുന്നത്. ഇത് പാലക്കാടൻ പനം കരിപ്പെട്ടി. മസാജ് സാധനം നമ്മളിപ്പോ കേറിയേക്കണതല്ലേ, ഇടയിൽ വെച്ചിട്ട് പുറത്ത് നടക്കാൻ പറ്റില്ല അല്ലേ. കഴിഞ്ഞ വർഷത്തെ വെറുതെ കണ്ട് കണ്ട് നടക്കാം. അത്ര തന്നെ ഇഷ്ടം പോലെ പേര് വാങ്ങിക്കുന്നുണ്ട്. തുണികള് അതിന്റെ സാധനം നോക്കിയേ. ഗ്യാസ് കുറ്റി നീക്കാനുള്ളത്, താക്കോൽ സ്റ്റാൻഡ്, ഇവിടെ ചെടികള്, വിത്തുകള്. ഗുജറാത്ത് മിച്ചറ് നല്ല രസമാണ്, നല്ല രസം. ആ മിച്ചർ ഇത് നല്ല രസമുണ്ട്. വാങ്ങിക്കണ്ട, നീ കഴിച്ചു നോക്ക്. മിച്ചറുകള് വേണോ? ഈ മിച്ചർ രസമുണ്ട്. മധുരമുള്ളതാ? ഇതിനെത്രയാ? 130 കാ കിലോ, 130 രൂപ. ഇത് അടുത്തോ എടുത്തല്ലേ? അത് മധുരമുള്ളതല്ലേ? വേണ്ട 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 130 ഒന്നും വാങ്ങിച്ചിരുന്നല്ല, പരാതി പാടില്ല. 130 രൂപ സാധനം വാങ്ങിച്ചു. ഗുജറാത്ത് മിക്സർ. പിടിച്ചോ പിടിച്ചോ, നടന്നു തിന്നാം. അലുവ മഴട്ടാ. ഇവിടെ വെറൈറ്റി അലുവകളാണ് നിറച്ചിരിക്കുന്നത്. കോഴിക്കോടൻ ഹൽവ ഏറ്റവും ടേസ്റ്റ്? അത്തിപ്പഴം. അത്തിപ്പഴവും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും മുളക്കും നെയ്യും കൂടെ ചേർത്ത് ഒതുങ്ങി വെച്ചിരിക്കുന്ന അവന് കൊടുക്കട്ടെ. അതെ അവന് കൊടുത്തോ? രസം. കാന്താരിയാ എരിവുള്ള അലുവ. അലുവകളുടെ ഏറ്റവും പുതിയ വെറൈറ്റി. പച്ചമുളകിന് മണമുണ്ട്. അയ്യോ, മാതളത്തിന്റെ അലുവ. വലിയ അലുവ വാങ്ങിക്കണ നിങ്ങളെവിടെ ഉള്ളവരാ? കോഴിക്കോട്. എവിടെ? കല്ലായി. തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന മസ്കൂട്ട് അലുവയാണ്, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത്. ഇത് ചേട്ടൻ ഉണ്ടാക്കി പൊളിഞ്ഞ അലുവ, തിരുനെൽവേലി അലുവ. അങ്ങനെയല്ല, അതിങ്ങനെ ചൂടോടെ കോരി കഴിക്കണോട്ടെ. കോരി കഴിക്കണത് ചക്കയാണ്. ചക്ക 120 അത് കുഴപ്പമില്ല. വേറൊരു കഷ്ണം കൂടി തരൂ. അതിനാണ് ആള് കൊടുക്ക്. കാന്താരി വേണ്ട, ബ്ലാക്ക് അലുവ മതി. ബ്ലാക്ക് അലുവ ബാബു കഴിക്കും, ബാബു കഴിക്കും. അയ്യോ, അല്ല ആള് ഡിസ്കൗണ്ട് തന്നല്ലേ, അവർക്ക് ഇത് കൊടുക്ക്. ഇത് കൊടുക്ക്. വേണം അടുത്തോ? രാവിലെ മുതൽ കഴിക്കും. ഇത് അടിപൊളി അലുവ. പഞ്ചസാര ചേരാത്തല്ലേ, അത് അരിയും കരിപ്പെട്ടിയും പട്ട ഗ്രാമ്പു ഏലം, ഈ 3 സാധനങ്ങൾ ചേരുന്നല്ലേ. ഷുഗർ ഉള്ളവർക്ക് വരെ ഒരു പീസ് കഴിക്കാം, ഓവറല്ല. അപ്പൊ കല്ലായിൽ വരുമ്പോ കാണാം. ഞങ്ങളുടെ ചാനലിന്റെ പേര് അജൂസ് വേൾഡ് കേട്ടാ. അജൂസ് വേൾഡ്, AJUSWORLD. നമ്മളെല്ലാ തന്നെ. അപ്പൊ നമ്മൾ അലുവ വാങ്ങിച്ചു. എവിടെ അലുവ? അലുവ എടുത്തില്ലേ?
അലുവ എടുത്തില്ല. കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അലുവയെ കൊണ്ടുപോകാൻ മറന്നു. അലുവ കൊണ്ടുപോകാൻ മറന്നു. കണ്ടിട്ടുണ്ടോ ഞങ്ങളെ? അലുവ എടുക്കാൻ മറന്നു. കിട്ടിയാ? വെള്ളം വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. അലുവ നടത്തി തിന്നണില്ല ഞാൻ അലുവ തിന്നണില്ല. ഇത് രസം കേട്ടാ. ജ്യൂസുകള് ആള് ഭയങ്കര താരണം കേട്ടാ. യൂട്യൂബിലത്തെ താരണല്ല ആള്. കഴിക്കൂ. സത്യേട്ടൻ പ്രശസ്തനായ എന്താ പറയാ, പ്രശസ്തൻ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് പല പ്രാവശ്യം നേടിയിട്ടില്ലേ നാടകത്തില് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടർ. പിന്നെ നാടകത്തിന് സൂപ്പറായിട്ടില്ല ഒരുവിധം നാടകങ്ങൾക്ക് ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ ഇത് കണ്ടോണ്ടിട്ട് നടക്കണോ? ആ ഗൗരീശങ്കരത്തിലുണ്ടാ? അയ്യോ ഞാൻ സീരിയല് കാണാറില്ല, അതുകൊണ്ട്. ഗൗരീശങ്കരം സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. ഏതാ ക്യാരക്ടർ? ഏതാ കണ്ടാതെ ഗൗരീശങ്കരം കാണുന്നവർക്ക് വേണമെങ്കിൽ ആളെ മനസ്സിലായിട്ടോ. സത്യേട്ടൻ അപ്പൊ ശരി. ഒരു കുലിക്ക് സർവത്ത് ഇവർക്ക് രണ്ടുപേരും എനിക്കൊന്നും വേണ്ട. അടിക്കുന്നോട്ടവൻ എന്നമാരെ പേര് രാഹുല്. എവിടെ പേര്? പുന്നമ്പറമ്പ്. ഓ പുന്നമ്പറമ്പ് കാരനാണ്. അപ്പൊ മറ്റും കുലിക്കാനും മതി. 3 കുലിക്ക് മതി. ചേട്ടാ സോഡ സർവത്ത് വേണ്ട. ഇതില് മറ്റേ സാധനം ഇട്ടോ. സീഡ് എന്നിട്ട് സീഡ് എന്ന് പറയുന്നത് ബേസിൽ സീഡ്. ഐസ് ഇട്ടു, വെള്ളം ഒഴിച്ചു, തണുത്ത വെള്ളം ഒഴിച്ചു. ബേസിൽ സീഡ് കസ്കസാണ്. അത് കസ്കസാണ്. കുഴപ്പമില്ല, തെറ്റി പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ആളുകൾ ക്ഷമിക്കും. എല്ലാം അറിയുന്ന ഒരു ലോകത്തിൽ എല്ലാവരും ഉണ്ടാ അല്ലേ? അതെന്താ ചോദിച്ചേ? ആ ഇത് മറ്റേ ഇതാണല്ലേ പൾപ്പ്. ആ അതിന് പൾപ്പാണ് പിന്നെ അവർ ചേർക്കുന്നത്. നിങ്ങളുടെ രഹസ്യ കൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാ? ഇനിയാണ് അവരുടെ ക്ലാസ് കൊണ്ടുള്ള പ്രയോഗം അല്ലേ ചേട്ടാ? അങ്ങനെ ക്ലാസ് ഉണ്ട്, ഒരു ടൈറ്റ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ആ ആ അതെ. നമ്മൾ വഴിയോരങ്ങളിൽ കണ്ടിട്ടുണ്ട്, പറഞ്ഞ ഇതുവരെയായിട്ട് ജീവിതത്തിൽ. പൊട്ടോ അയ്യോ എക്സ്പെർട്ട് ആണല്ലോട്ടോ. അല്ല അത് എറിയണത് കുലുക്കി. ആ അതെ കുലുക്കി സർവത്ത് ഫസ്റ്റത്തെ കേട്ടാ. ഇത് ഇതിന് കൊടുത്തോ. ഗ്രീൻ ആപ്പിള് കുലുക്കി സർവത്ത് ഫസ്റ്റത്തെ ഇതിന് കൊടുത്തോ. ഞാൻ അടുത്തത് പൈനാപ്പിൾ. ഞാൻ മാത്രം കഴിക്കില്ല ചേട്ടാ, ഞാൻ ഇതാക്കാൻ എന്നിട്ട് പറയാ വെള്ളം മതി. എത്ര പഠിക്കുന്നത്? 10 കഴിഞ്ഞു. ജയിച്ചാ? ഫുൾ A+? 5 A+. കണ്ടാ 5 A+ എന്നാ കിട്ടിയ എടുക്കാനാണ് നിൽക്കണത് കേട്ടാ. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടു നോക്കട്ടെ, അജൂസ് വേൾഡ് എന്ന് യൂട്യൂബില് കാണാറുണ്ടോ? കുടിച്ചോ? അങ്ങനെ ഇവർക്ക് കുലുക്കി സർവത്ത് ഓടിച്ച് ഇവര് ഉഷാറായി. ഇവർക്ക് അന്നൊന്നും ഒരു 50 കൊല്ലം മുമ്പ് കാണുമ്പോഴും മറ്റേ മോഹൻലാലിന്റെ ബോംബെത്തെ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സാധനം വന്നിട്ട് ഒറ്റ കാലുകൊണ്ട് റെഡി അടിക്കും, ഇത് തൂളിപ്പിക്കും. അതാണല്ലത് കുങ്കുമം. ബോംബെ പഞ്ഞിമിഠായി ഉണ്ടാക്കണം അല്ല പണ്ട് നീന്ന് അടിച്ച് പോകുമ്പോ നമ്മളെ ഇത് ഞെട്ടും. ഇത് ഞെട്ടുന്നല്ല, നമ്മളെ ഉള്ളിൽ നിന്നൊരു സാധനം ചട കുറഞ്ഞ് എഴുന്നേൽക്കും ഇത് വാങ്ങിക്കാനായിട്ട്.
നേരെ കാണുന്ന റെസ്റ്റോറന്റ് അവിടെയാണ് മാർഗമായ സ്വാഗതം. ഇവിടെ കൺമണി അൻപോട് കാതലൻ, കൺമണി അൻപോട് കാതലൻ. ഗുണ കേവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. 90 എന്നുള്ള ടിക്കറ്റ് ഞാൻ നോക്കിയില്ല. അതിനുള്ളിൽ AC എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സിനിമ ഉണ്ടാകാൻ പിന്നെ താല്പര്യപ്പെട്ടില്ലേ? ഇതേ ആ ഗ്ലാസ്സുകളില്ലേ നമ്മള് കല്ലെറിഞ്ഞല്ല ബോളെറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സി സമ്മാനം കിട്ടുന്നു. എല്ലാ ഗ്ലാസ്സിലും ഇതവരാളെ അറിയാൻ പോട്ടതേ നാട്. അയ്യോ 3, 2, 5, 6 ഗ്ലാസ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പോവാ. ചേട്ടാ കണ്ടതാ. അയ്യോ മോളിയോടെ പോയി. നല്ല ഭംഗിയിൽ വിളിച്ചിട്ടു ചേട്ടൻ. അടിപൊളിട്ടാ, സൂപ്പറായിട്ട്. ഇനി ഒരു 60 രൂപ കൊടുത്ത ജഗ്ഗുവിന്റെ ഉന്നെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. മിക്സിയുടെ ആവശ്യമില്ല, നമ്മള് വെറുതെ 60 രൂപ കൊടുക്കണം മാത്രം. അതെ, 3-ാം സമ്മാനം മതി നമുക്ക് കൂൾ ഡ്രിങ്ക്സ്. എന്തറിയാത്ത ചേട്ടാ, അറിയൂ ചേട്ടാ. ചേട്ടാ മിക്സ്. ആ 3 കൂടി പറ്റും. മിക്സി പോയിണ്ട്. മിക്സി എത്ര വിലയുള്ളതാ? മിക്സി പോയി. മിക്സി ഫസ്റ്റ് ബോളില് ഫസ്റ്റ് ബോളിലാണല്ലേ മിക്സിയില്ല. കൂൾ ഡ്രിങ്ക്സ് കിട്ടും ചേട്ടാ. എറിഞ്ഞോ ചേട്ടാ, എന്താ അറിയാത്ത? അയ്യോ ചില സമയത്ത് നമുക്ക് പറ്റില്ലോ. അതെ, ജഗ്ഗു എറിയാൻ പോകുന്നത് നാട്ടിലത്തെ അയ്യോ ആകാശോടെയാ. അടിപൊളി ജഗ്ഗു, അടിപൊളി. അതായത് എങ്ങനെ അതുമ്പോ കൊള്ളാണ്ട് എറിയാം എന്നാണ് ജഗ്ഗു കാണിച്ചത്. അപ്പൊ നമ്മള് എയറില് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഉണ്ട് യന്ത്രവും ചില വഞ്ചിയിലിരുന്ന ആളുകൾ ഓടിന്ന് നോക്കുക. നമ്മള് മറ്റേ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ട് നമ്മള് പകുതി വഴി നടന്നു. ഇപ്പൊ സമയം 7 മണിയാ. ഈ അപ്പുറത്തുള്ള ജഗ്ഗുവിന് മുന്നേ തന്നെ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്താന്റെ തൊട്ടപ്പുറത്തെ സ്റ്റാളായിരുന്നു പാനിപ്പൂരിയുടെ. പക്ഷെ ഒന്നും വീഴാത്തതിന്റെ വിഷമത്തിൽ ജഗ്ഗു അത് കണ്ടില്ല. അവിടെ നിന്ന് കടന്നതിന് ശേഷം ജഗ്ഗു പിന്നെ പാനിപ്പൂരി നോക്കണം. ഇത് രണ്ടും ഇതൊക്കെ ഈ ടാങ്കുകള് ബീച്ചിൽ നിന്ന് വരുന്ന ജലസംഭരണികൾ. ബീച്ചിൽ നിന്ന് വന്നിട്ട് ജലം ശേഖരിക്കുന്ന ജലസംഭരണികളാണ് ബീച്ചി ഡാമിൽ നിന്ന്. അതിന് നടുവിയോടെയാണ് നമ്മൾ പോരുന്നത്. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാം. അവിടെ ജൂബി അവിടെ നിന്ന് നടന്നു വരുമ്പോ ജൂബി മെഡിക്കൽ കോളേജ് മറ്റേ പിന്നെ കുറെ എക്സസൈസ്. ഇത് കയർഫെഡിന്റെ ആണ്. നമ്മള് ഇനിയിപ്പോ അതിനുള്ളിൽ കയറുന്നില്ല. കൊറേ സാധനങ്ങൾ കയറാണ്ട്. അല്ല കൊറേ സാധനങ്ങൾ ഉണ്ട്, നമ്മൾ കയറുന്നില്ല. കരച്ചല്ല, ഭയങ്കര ഉഷ്ണായി. ഇവര് 7-up എടുത്ത് കഴിച്ചു. ഞാൻ വെള്ളം കേട്ടാ ഫൗണ്ടൻ. ഇനിയിപ്പോ അവിടെ കലാപരിപാടി നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ ശബ്ദം കേൾക്കാം. നമ്മുടെ ISR വരെ പവലിയിലേക്ക് കിടക്കുന്നുട്ടാ. നമ്മുടെ സൗരയൂഥം. സൂര്യനേക്കാളും വലുതായിട്ടല്ലേ ജൂപ്പിറ്റർ കാണിച്ചുകൊണ്ടത്. എന്താ അങ്ങനെ? അല്ലേ, അളവില് ഭയങ്കര വ്യത്യാസം. അതെ, അല്ല ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴുള്ള വെയിറ്റ് ആണ് പറയുന്നത്. ഇത് ഭൂമിയിലുള്ള വെയിറ്റ് കേട്ടാ 68. ആ സമയം അത് വ്യാഴത്തിലാകുമ്പോ 158 കിലോ തൂക്കം നമ്മൾ വരും. അപ്പൊ 1 കിലോ സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയി വ്യാഴത്തിൽ കൊണ്ടുപോയി കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കിട്ടുന്ന അർത്ഥം. നമുക്ക് പോകാം. അവിടുന്ന് കോടീശ്വരനായിട്ട് തിരിച്ചു വരാം. അത് ഭൂമിയിൽ എത്ര വട്ടം റൊട്ടേറ്റ് പ്രകാശത്തിന്റെ വേഗത. പുഷ്പക വിമാനം കേട്ടിട്ടുള്ളൂ അല്ലേ? ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
കൃഷി സംബന്ധമായിട്ടുള്ള ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, കേരള കാർഷിക സർവകലാശാല. ഇത് ഓരോതരം നെല്ലുകളുടെ ഇതുകളാണ്. കണ്ടമാനം നെല്ലുകൾ ഇറക്കിയിട്ടുള്ള കണ്ടമാനം. വർഷ, എരവപ്പാണ്ടി, കൊടിയൻ, ഐശ്വര്യ, കൈരളി, നീള, അങ്ങനെ കുറേ വിത്തുകൾ. ഇതൊക്കെ ഓരോ ഇത് കുരുമുളക്, വേഷനേതരം, പച്ചക്കറി വിഭാഗം, വെള്ളാനിക്കര, അങ്ങനെ കുറേ ഓരോ വിഭാഗങ്ങളുടെ ഓരോ ഇതിലാണ് കേട്ടോ. ഒരു തരം അരികൾ, പൊക്കാളി റൈസ്, വയനാടൻ ഗന്ധശാല അരി, അങ്ങനെ കുറേ ഉണ്ട്. വയനാടൻ ജീരകശാല അരി, അട്ടപ്പാടി, വിത്ത് കളയാനുള്ള കുക്കുംബറിന്റെ ഒക്കെ അല്ലേ ഓരോന്നിന്റെ ഓരോ മെഷീനറികളാണ്. ഡ്രോൺ മരുന്നുകൾ അടിക്കുന്ന ഡ്രോൺ. പലതരം കശുനണ്ടികൾ കണ്ട വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയേ. പ്രിയങ്ക നല്ല വലിപ്പമുള്ള കശുനണ്ടിയാണ്. ധരശ്രീ, അമൃത, രാഘവ്, പൂർണിമ തിരിച്ചെറുത്ത, ശിലംബ, ധന. പണ്ടത്തെ വക്കനണ്ടിക്കിൻ്റെ ഔട്ടാ ചിലപ്പോൾ കണ്ട ഈ ഇതിൽ കണ്ട. നമ്മളെ കൊക്കോ ഒരു കാലഘട്ടത്തെ ആളുകളൊക്കെ വെട്ടി പൊളിച്ച് കളഞ്ഞാല, എന്താ പറയുക, നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഇപ്പോൾ കൊക്കയ്ക്ക് ഭയങ്കര വിലയായി എന്ന് പറയുന്ന കേട്ടു. നല്ല ഉണ്ട് വില. കൊക്കോ ആയിരുന്നു, പല ടൈപ്പുള്ള കൊക്കോകൾ. കൈയും കാലും കടച്ചു. ഇനി ഇവിടെ ഉള്ളത് സൂപ്പർ. താങ്ക് യു. എവിടെ വീട്? കൊല്ലൂര്. നാളികേരത്തിന്റെ കോക്കനട്ട് പുഡിംഗ് ആണ്. കോക്കനട്ടിന്റെ പുഡിംഗ് കേക്ക്. നാളികേരം വീട്ടിലുണ്ടാവും, പക്ഷെ പുഡിംഗ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇത് രാജേട്ടൻ നമ്മുടെ കരകൗശല ഉൽപ്പന്നം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു തവണ. ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഗുണമുണ്ടായി നമ്മുടെ വീഡിയോ ചെയ്തിട്ട്. ഇത് പറയാ പ്ലാവിന്റെ അല്ലേ? നല്ല വിലയാണല്ലോ. ഇത് രാജേട്ടന്റെ പലകെ നമ്മൾ പറയാൻ കൊണ്ടുപോകണ്ടിട്ടാ. 230 രൂപ. പൈസ തരാം. ആൾക്ക് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര ഗുണമുണ്ടായിന്ന്. അപ്പൊ രാജേട്ടൻ അറിയാലോ നിനക്ക്. രാജേട്ടന്റെ നമ്പർ ഒന്നുകൂടി ഇവിടെ എഴുതി കാണിക്കട്ടാ. അതെല്ലാ വക സാധനങ്ങളും ആളുണ്ടാക്കുന്നുണ്ട്. ആനേനെ വരെ പടയ്ക്കും. കൂട്ടുകുമ്പം, പൂക്കള്, ചേട്ടനുള്ള പൂക്കള്, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ആള്. പപ്പടം കുത്തി. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ ശരിട്ടാ. കണ്ടിട്ടല്ലേ? നെല്ലിന്റെ മെടഞ്ഞിട്ടുള്ളത് പണ്ട് വീടുകളില് ഇതിന്റെ കമ്പ്രാന്തൽ നോക്കിയേ. മെട്രോമാക്സ്. അങ്ങനെ ചൂടെടുത്ത് നമ്മളൊരു ഫൗണ്ടൻ അവിടേക്ക് എത്തി. പക്ഷെ ഇവിടെ തണവൊന്നുമില്ല, വെള്ളം ഏറ്റിയെടുത്ത് തോന്നുന്നില്ല. ഇത് പുതിയതാണെന്ന് തോന്നുന്നത്. ഗുരുവായൂർ ദേവസ്വം. നമുക്കതൊന്ന് കിടക്കാം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ. ഇവിടെ പല പല പ്രത്യേകതകളുണ്ടാവും. പഴയ ചരിത്രം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു ഈ എക്സിബിഷന്റെ പുറത്തേക്ക് കടക്കാറായപ്പോഴാണ് കഴിഞ്ഞ കൊല്ലത്തിൽ നിന്നും വ്യത്യാസമായിട്ടൊരു സാധനം കണ്ടത്. അതേ താളിയോലകൾ നോക്കിയേ. രാമായണം നോക്കിയേ. പണ്ടത്താളി സരിത ഓലകളിൽ എഴുതിയിട്ടുള്ള
ഇതിലാണ് ശിവപുരാണം, രാമായണ സുന്ദരകാന്ഡം, കിളിപ്പാട്ട്, ശിവപുരാണം, പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ. ദയവായി താളിയോല ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കരുത്. ഭഗവത്ഗീത. TV നരസിംഹറാവു ഇവിടെ വന്നപ്പോ ഇത് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ. എന്താ ജയലളിത ആനേനെ നടക്കിരുത്തിയപ്പോ ഉള്ള ഫോട്ടോ ആണ് തോണ്ടത്. കുട്ടികൾ നടന്നത്. ഇവരെ അടുത്ത ഡാൻസ് പ്രോഗ്രാം വരികയാണ്. അപ്പൊ ഇവര് കുട്ടികളെ ഡാൻസ് എടുത്തത്. അപ്പൊ കേരള പോലീസിന്റെ പവലിയനാണ് കേട്ടോ. അതും കൂടി കാണാം. അയ്യോ, ഗൂഗിൾ പേ അയച്ച ആൾ മാറിപ്പോ എന്ത് ചെയ്യുന്നു? സ്കാൻ ചെയ്യാനപ്പോ തന്നെ നഷ്ടപ്പെട്ട എന്റെ മൊബൈൽ ഫോൺ അത് ലഭിച്ചാൽ ഫോർമാറ്റ് ചെയ്ത് വെച്ചാലും മരിച്ചാലും ലഭിച്ചാലും കണക്ക് തന്നെയാണ്. അത് നമുക്ക് നോക്കാം. എടുത്ത് വയ്ക്കുക, ഫോട്ടോ എടുത്ത് വയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ ഫോണിൽ എടുത്തിട്ട് എന്തായാലും അല്ല നിന്റെ ചോദിക്കാം. ബ്രഹ്മയുഗം, പ്രേമയുഗം. ഇതറിവില്ല. കേസിൽ പെട്ട് കഴിഞ്ഞാലേ പിന്നെ തിരിച്ചു പോക്കില്ലാന്ന്. ഡാർവിന്റെ പരിണാമ ലഹരിയിലൂടെ ഇങ്ങോട്ട് പോയി നമ്മൾ നല്ല കയറ്റപ്പിലെ പിന്നെ ആയി അവസാനം അവിടേക്ക് എത്തിയിരുന്നു. ഇത് തൃശ്ശൂർ ശക്തൻ കണ്ട പോലീസിന്റെ ഇത് റൗണ്ടാണ്. ഇത് മറ്റേ മനോരമ റോഡായിരിക്കും. ഇത് വേറെ സ്ഥലം. എപ്പോഴും ക്യാമറ കണ്ടായിട്ട് പോലീസ് നമ്മുടെ അവിടെ ഉണ്ട് നടത്താം. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം കേട്ടാ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ. ഐ ലവ് യു തൃശ്ശൂർ പൂരം എക്സിബിഷൻ. അതാ ഓഫീസാ. അപ്പൊ കടക്കാണ്. രക്ഷപ്പെട്ടു. 1.5 മണിക്കൂർ നേരത്തെ നടത്തം. 1.5 മണിക്കൂർ നേരം നമുക്ക് വെറുതെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമോ? ആ ഒരു സാധനം പേടിയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യോ? നമ്മളപ്പോൾ വണ്ടി എടുത്തു, കാര്യങ്ങളൊക്കെ എടുത്തു, സൈക്കിൾ എടുത്തു. എന്നാലും കൂടുതലോ വീട്ടുകാർ പറഞ്ഞ് കേൾക്കില്ല. ഇതിൻ്റെ ഉള്ളിയോടെ 1.5 മണിക്കൂർ നേരം അവിടെ ഇരിക്കുന്നത്. അവിടെ പോയിട്ടിരിക്കാം. അപ്പൊ ഞങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും വയറ് നിറഞ്ഞു, വിശക്കില്ല, ആകതായി. അപ്പൊ ഞങ്ങള് പോവാണ്. ഒടുവിൽ ഞങ്ങൾ ആൾക്കൂട്ടത്തിലേക്ക് അലിയാൻ പോകുന്നു. ഞങ്ങള് ആൾക്കൂട്ടത്തിലേക്ക് ഇനി വീട്ടിൽ പോവല്ലേ? റൗണ്ടിൽ കിടക്കണം നമ്മള്. ഞങ്ങള് ഇവിടുന്ന് പോവാണ് കേട്ടാ. അപ്പൊ നമ്മുടെ എക്സിബിഷൻ 2024 എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങള്. കഴിയാറായി എക്സിബിഷൻ. അപ്പോഴാണ് ആശംസ നേരുന്നത്.